അസ്സലാമു അലൈക്കും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമോ? ആ ഗ്യാപ്പിൽ പോകാനുള്ളവർക്ക് പോവുകയും ചെയ്യാം. ഇനി പ്രസംഗിക്കാൻ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അതെന്താന്ന് ഞാൻ നിങ്ങൾ ഇരുന്നതിന് ശേഷം പറയാം. മക്കത്തൂദിച്ച നിലാവേ മദീനത്താണവായ നൂറേ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇരുന്നോളൂ. സാധാരണഗതിയിൽ പള്ളി പോയി പറഞ്ഞാൽ മതി എന്നൊരു പ്രയോഗം നമ്മുടെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിലുണ്ട്. അത് വരാനുണ്ടായ അടിസ്ഥാനപരമായ ഒരു കാരണത്തിൽ നിന്ന് തുടങ്ങാം. ഞാൻ 8 കാര്യങ്ങൾ മെഡ്യൂളായി പറയുക മാത്രമാണ്. ഒരു പ്രസംഗം ഇപ്പോൾ സമദ് സാഹിബ് പറഞ്ഞ മാതിരി അദ്ദേഹത്തിനോട് ദേഷ്യം ഉണ്ടാവും എന്ന് പറഞ്ഞ ദേഷ്യം മൊത്തം എന്നോടാണ് വരിക. അപ്പം അതുകൊണ്ട് ഈ പള്ളി പോയി പറയാന്നുള്ളൊരു സിസ്റ്റം വരാൻ കാരണം നമ്മുടെ പഴയകാല പള്ളികളുടെ അതിൻ്റെ ഒരു ഡിസൈൻ പരിശോധിച്ച് നോക്കൂ. വഖഫ് ചെയ്ത ഒരു നടുപ്പള്ളി, 2 സൈഡിലും 2 ചെരുവുകൾ, മുമ്പിൽ വഖഫ് ചെയ്യാത്ത നമ്മുടെയൊക്കെ നാട്ടിൽ പറയുന്ന ഒരു കോലായ, ഏതെങ്കിലും ഒരു വശത്ത് ഒരു കുളം അല്ലെങ്കിൽ ഹൗല്. ഇതാണ് പൊന്നാനി പള്ളികളുടെ ഒരു നിർമ്മാണ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് കുളത്തിൽ വന്ന് കുളിക്കുകയോ ഒന്നു ചെയ്യുകയോ ചെയ്ത് ഈ ചെരുവിൽ കിടന്ന് വിശ്രമിച്ച് വഖഫ് ചെയ്ത പള്ളിയുടെ അകത്തളത്തിൽ പോയി നിസ്കരിച്ച് പോകുന്ന ഒരു സ്റ്റൈൽ. വഖഫ് ചെയ്യാത്ത പള്ളിയുടെ കോലായിലിരുന്നിട്ടാണ് ഒരു മഹൽ ജമാഅത്തിൻ്റെ സാമൂഹികമായ വൈവാഹികമായ പ്രശ്നങ്ങളിൽ വിധി പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്നൊരു സ്റ്റൈലുണ്ടായത്. നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ പറയും അത് പള്ളി പോയി പറഞ്ഞാൽ മതി. പള്ളി പോയി പറയുക എന്നൊരു സ്റ്റൈല് മഖ്ദൂമി പൊന്നാനി പാരമ്പര്യമാണ്. മലയാളി മുസ്ലിമിൻ്റെ ആത്മീയ പാരമ്പര്യമാണ് പള്ളി പോയി പറയാന്നുള്ളത്. പള്ളിയിൽ പറയേണ്ടത് പലതും ഫേസ്ബുക്കിൽ പറയുന്നു എന്നുള്ളതാണ്. പള്ളിയിൽ പറയേണ്ടത് പലതും വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്നു എന്നതാണ്. പള്ളി പറയേണ്ട പലതും അങ്ങാടിയിൽ പറയുന്നു എന്നതാണ് നമ്മുടെ മഹല്ല് ജമാഅത്തുകൾ തകരാനുണ്ടായ അടിസ്ഥാനപരമായ കാരണമെന്ന് എനിക്ക് തോന്നുന്നു. 3 കാര്യങ്ങളാണ് പള്ളി മഹല്ല് ജമാഅത്ത് രൂപപ്പെടാനുണ്ടായത്. ഇപ്പം നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന മനോഹരമായ സ്വനപേടകത്തിൽ നിന്ന് നിലാമഴ പോലെ പ്രവാചക സ്വീകാര്യതയുടെ ഈ പാട്ട് മുഴങ്ങുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയും ഇങ്ങനെ വരികയാണ്. ഇസ്സുബിൻ അബ്ദുസ്സലാം എന്ന് പറയുന്നൊരു ജൂത പണ്ഡിതൻ ഈത്തപ്പനയുടെ മുകളിൽ നിന്ന് ഈ കാര്യം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഹജ്ജിനും ഉംറയ്ക്കും പോയവരാണെങ്കിൽ ഇപ്പോൾ ഖുബാ പള്ളി നിൽക്കുന്ന സ്ഥലത്താണ് അവർ കാത്തു നിൽക്കുന്നത്. മഹാപണ്ഡിതനാണ് ഇസ്സുബിൻ അബ്ദുസ്സലാം. അദ്ദേഹം ചാടി ഇറങ്ങിയിട്ട് അൻസാറുകളായ ആളുകളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രവാചകൻ വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്ന് സ്വീകരിച്ചു. ഖസ്വ എന്ന് പറയുന്ന ഒട്ടകം സഞ്ചരിക്കുന്നു. ഓരോരുത്തരും തൻ്റെ വീട്ടിൽ മുത്തനബി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഒട്ടകം കൽപ്പനയാൽ സഞ്ചരിക്കുന്ന വാഹനമാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ. എന്തൊരു ചന്തചാരുതയുള്ള, ഞാൻ മഹലിനെ കുറിച്ചാണ് പറയുന്നത്, മനോഹരമായ ഒരു രംഗമായിരുന്നു അത്. ആ ഒട്ടകം കുറച്ച് ദൂരം മുന്നോട്ട് നീങ്ങി ഒന്ന് തല ഇങ്ങനെ തിരിച്ചു നോക്കി. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, നമ്മളവിടെ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നുണ്ട്. മുസ്തഫായ നബിയുടെ മുഖത്തേക്ക് നോക്കി അള്ളാഹുവിൻ്റെ റസൂൽ ചിരിക്കുകയാണ്. ഹിമകണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്നൊരു റൈഹാൻ പൂവിതൽ പോലെ മനോഹരമനോജ്ജമായി പുണ്യനബി ചിരിച്ചു. അതൊരു സൂചനയാണ്. ഖസ്വ തലതിരിച്ചു, കയ്യുമടക്കി അവിടെ വീണു.
അത് അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ സമീപത്താണ്. അവിടെ റസൂലുള്ളാഹി എല്ലാവരും ഒരുമിച്ച് കൂട്ടി നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. മദീനയിലെ ആദ്യത്തെ പ്രഭാഷണം, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിർമ്മിതിയുടെ ആ സങ്കേതത്തിൽ ആദ്യം നടത്തിയ പ്രസംഗം ശിർക്കിനെ കുറിച്ചായിരുന്നില്ല, മഹാദൗത്യത്തിന്റെ തൗഹീദിനെ കുറിച്ചായിരുന്നില്ല. മുത്തുനബി പറഞ്ഞത് ആധുനിക മഹല്ല് ജമാഅത്തിന്റെ ബ്ലൂ പ്രിന്റായി എടുക്കേണ്ട 4 കാര്യങ്ങളെ കുറിച്ചാണ്. അത്അമുത്തഅം, അഫ്ശുസ്സലാം, വസ്സിലുൽ അർഹാം, വസ്സല്ലു ബില്ലൈലി വന്നാസു ബിന്നിയാം. ഈ സംസാരം കഴിഞ്ഞപ്പോൾ നേരത്തെ ഈത്തപ്പനയുടെ മുകളിൽ നിന്ന് ജൂത പണ്ഡിതനായിരുന്ന ഇസ്സുബിൻ അബ്ദുസലാം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. 2 കാരണങ്ങളുണ്ട്. ഈ 4 പ്രയോഗത്തിന്റെയും അവസാനം വന്ന അക്ഷരം ഏതാണ്? പറയൂ. ബിരിയാണി അവിടെ ശരിയാണ്. 4ന്റെയും അവസാനം വന്ന അക്ഷരം ഏതാണ്? ഒന്ന് പറയിച്ച ഏതാണ്? അത്അമുത്തഅം, നിങ്ങൾ ഭക്ഷണം കഴിപ്പിക്കൂ. അഫ്ശുസ്സലാം, നിങ്ങൾ സലാമിനെ അപകമാക്കൂ. വസ്സിലുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണമേ. നിങ്ങൾ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണമേ, എങ്കിൽ നിങ്ങൾ പ്രവേശിക്കും ദാരിസ്സലാം. ഒക്കെയും മീമാണ്. ആണോ അല്ലേ? ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ ക്ലാസിന്റെ സ്റ്റൈല് മാറ്റി ഇങ്ങനെ മാറ്റിയത് ഷാഹിദ് കോയ തങ്ങൾ പറഞ്ഞു, ഇനി വേളതുപോലെ പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് മീമാണ്. ഈ ഇസ്മുൽ അബ്ദുസലാം എന്നതിലെ അവസാനത്തെ അക്ഷരം ഏതാണ്? പറയൂ, ഏതാണ്? മീമാണ്. അതൊരു കാരണം. രണ്ടാമത്തത്, ഒരു പ്രബോധകൻ ഒരു മഹല്ല് ജമാഅത്തിൽ ആദ്യം നടത്തുന്ന പ്രസംഗം നിങ്ങൾ ശിർക്കും തൗഹീദിനെ കുറിച്ചല്ല, ഇസ്ലാമിന്റെ സമഗ്രതയെ കുറിച്ചല്ല. ഇവിടെ ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് പോലെ ഇസ്ലാമിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചല്ല, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചല്ല. KL47J2685 വാഗണർ കാറ് മാറ്റണം. അവിടെ എന്തോ പ്രശ്നമുണ്ട്. KL41513999 ഒരു ക്രൂയിസർ കാറ് മാറ്റണം. KL53E 9815 ആൽറ്റോ കാറ് മാറ്റണം. KL47J2687 വാഗണർ കാറ് മാറ്റണം. KL47J2687 എന്നുള്ള വാഗണർ കാർ നിർബന്ധമായിട്ട് അടിയന്തരമായി മാറ്റണം, അല്ലെങ്കിൽ ക്രെയിൻ കൊടുന്ന് മാറ്റുന്നതാണ് നമ്മുടെ ഷറഫുദ്ദീൻ മൗലവി പറയുന്നത്. നോക്കൂ, രണ്ടാമത്തെ കാരണം അവർ സംസാരിച്ചത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത് ആദ്യമായി നിങ്ങൾ ഭക്ഷിപ്പിക്കണമെന്നാണ്. അതെങ്ങനെയാണ് മഹല്ല് ജമാഅത്തുമായി ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത്? അടിസ്ഥാനപരമായി ഒരു മഹലിന്റെ ദാരിദ്ര്യ പ്രശ്നത്തിൽ ഇടപെടണം. നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും ശരിക്കും കമ്മിറ്റി എല്ലാം പിരിച്ചുവിട്ടിട്ട് ഒരു റിസീവറെ ഏൽപ്പിച്ചാൽ മതി. ഇപ്പൊ ദേവസ്വം ഭരണം, ഗുരുവായൂർ ദേവസ്വം ഭരിക്കുന്നത് ഒരു ദേവസ്വം കമ്മീഷണറാണ്. അദ്ദേഹത്തിന് കീഴിൽ കുറെ തൊഴിലാളികളുണ്ട്. കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും ട്രഷററുടെ ആവശ്യമില്ല. ഒരു റിസീവറെ ഏൽപ്പിച്ചാൽ മതി ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. പിന്നെ ഇങ്ങനെ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും ജോയിന്റ് സെക്രട്ടറിയും ഉണ്ടായിട്ടില്ല. 4 മഹാന്മാരായ ഖുലഫാഉർ റാഷിദുകളുടെ കാലത്ത് ഉണ്ടായിട്ടില്ല. അമവി അബ്ബാസി സൽത്തനത്തിന്റെ കാലത്തുണ്ടായിട്ടില്ല. ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലത്തുണ്ടായിട്ടില്ല. മഖ്ദൂമിങ്ങളുടെയും മമ്പറും തങ്ങളുടെയും കാലഘട്ടത്തിൽ കേരളത്തിൽ പോലും ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിട്ടില്ല. പിന്നെന്തിനാ കമ്മിറ്റി ഉണ്ടാക്കിയത്? അത് അധികാര വികേന്ദ്രീകരണത്തിനും ജനകീയാസൂത്രണത്തിനുമാണ്. ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. ഇപ്പൊ ഒരു കമ്മിറ്റിയുടെ മീറ്റിംഗ് കൂടിയാൽ എന്താ സംഭവിക്കുക? മെമ്പർമാർ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുകയാണ്, പ്രസിഡന്റ് നമ്മുടെ ഹൗദിന്റെ പണിയുടെ ആ പരിപാടി തീർന്നിട്ടില്ലല്ലോ. ഓ, അപ്പൊ പ്രസിഡന്റ് പറയും അതിങ്ങനെയാണ്, അതങ്ങനെയാണ്. സെക്രട്ടറി ചോദിക്കുകയാണ്, തെങ്ങ് കയറിയതില് തേങ്ങയുടെ കണക്കിൽ കുഴപ്പമുണ്ടല്ലോ. അപ്പൊ സെക്രട്ടറി പാവം പറയാണ് അതിങ്ങനെയാണ്, അതങ്ങനെയാണ്. വേറൊരു മെമ്പർ എഴുന്നേറ്റ് എന്ന് പറയാണ് വരിസംഖ്യയുടെ വിഷയത്തില് കുഴപ്പമുണ്ടല്ലോ. അപ്പൊ സെക്രട്ടറി എഴുന്നേൽക്കുകയാണ്. ഈ സിസ്റ്റം ഇസ്ലാമികമല്ല.
ഈ സിസ്റ്റം ഇസ്ലാമികല്ല. പ്രസിഡന്റും സെക്രട്ടറിയും അങ്ങോട്ട് ചോദിക്കുക എഴുന്നേറ്റ് മെമ്പറെ, വരിസംഖ്യയുടെ കാര്യത്തിൽ ചുമതലയുള്ള സെക്രട്ടറി നിങ്ങളാണ്, കാര്യം വിശദീകരിക്കൂ. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ? സെക്രട്ടറിയും പ്രസിഡന്റും സുഖമായിട്ട് ഇരിക്കാൻ പറ്റും? ഉണ്ടായിട്ടില്ല. നമ്മളൊക്കെ സെക്രട്ടറിയും പ്രസിഡന്റും ചോദ്യം ചെയ്യുന്നവനാണ് മെമ്പർ എന്ന തെറ്റായ ധാരണ, അത് അധികാര വികേന്ദ്രീകരണം ഇല്ലാതെ പോയതിന്റെ സിസ്റ്റമാറ്റിക്കൽ ഡിസോർഡറാണ്. അടുത്ത ജമാഅത്തിന്റെ മഹലിൽ ഞാനിങ്ങനെ പറയുന്നത് ഒരു 8 മൊഡ്യൂളെ പറയുന്നുള്ളൂ, ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. മീറ്റിംഗ് കൂടിയിട്ട് നിങ്ങൾ അധികാര വികേന്ദ്രീകരണം നടത്തണം. അതിന് ചിലപ്പോൾ സെക്രട്ടറിക്കും പ്രസിഡന്റിനും, ഇവിടെ ഉള്ളവർക്കല്ല, കർണാടകയിലുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത്, അവർക്ക് ഒരു ജോയിന്റ് സെക്രട്ടറിക്ക് ഒരു അധികാരം കൊടുത്താൽ അവൻ നമ്മുടെ തലയെ കയറുമെന്ന്. അധികാരത്തിലിരിക്കുന്നവർ ഒന്നാമത് ദുഃഖിക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. കമ്മിറ്റിയുടെ ജനറൽ ബോഡി കൂടി വാട്സപ്പിലും ഫേസ്ബുക്കിലും മഹല്ല് ജമാഅത്തിന്റെ പ്രസിഡൻഷ്യൽ പദവിയിൽ വന്നു എന്ന പേര് കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ടാകും. പക്ഷേ പിറ്റേന്ന് മുതൽ നിങ്ങൾ ദുഃഖിക്കും. ഒന്നിനും സമയമില്ലാതെയാവും. കല്യാണത്തിന് പോകാൻ പറ്റില്ല, നന്നായി ഭരിക്കുകയാണെങ്കിൽ. മീറ്റിങ്ങിന് പോകാൻ പറ്റില്ല. അപ്പൊ ഉണ്ടോ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ സുന്നി മഹല്ല് ഫെഡറേഷന്റെ മീറ്റിങ്ങിന് വന്നിരുന്നു. നിങ്ങൾക്ക് എന്തൊക്കെ തൊഴിലുണ്ട്, ഒഴിവാക്കേണ്ടി വന്നില്ലേ? പ്രശ്നമില്ലേ? നിങ്ങൾ ആദ്യം ദുഃഖിക്കാൻ തുടങ്ങും അധികാരത്തിലിരുന്നാൽ. ആക്ഷേപം കേൾക്കേണ്ടി വരും അല്ലേ? ജനറൽ ബോഡി കൂടുമ്പോ അപ്പുറത്ത് നിന്ന് വേണ്ടാത്ത വർത്തമാനം കേൾക്കേണ്ടി വന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ മഹല്ല് ജമാഅത്തിന്റെ ഉത്തരവാദിത്വം ഏർപ്പെടുത്തിയതിന്റെ പേരിലാണ്. വീട്ടിലിരുന്ന ആക്ഷേപം കേൾക്കേണ്ടി വരുമായിരുന്നില്ല, ചീത്ത കേൾക്കേണ്ടി വരും, പരാതി കേൾക്കേണ്ടി വരും. നരകത്തിലെ ശിക്ഷയാണെന്ന് പരിശുദ്ധ റസൂൽ. നിങ്ങളിന്ന് രാജിവെക്കണ്ട, നിങ്ങൾക്ക് സമാധാനമുള്ളൊരു വാക്ക് മുത്തുനബി പറയുന്നുണ്ട്. ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹേ, ഇങ്ങനെയാണെങ്കിൽ ഒരാളും അധികാരത്തിൽ ഇരിക്കില്ലല്ലോ നബിയേ, സമുദായത്തിന്റെ ഉത്തരവാദിത്വം ഏൽക്കില്ലല്ലോ നബിയേ. അപ്പൊ റസൂലുള്ള പറഞ്ഞ വാക്ക്, സ്വജനപക്ഷപാതം കാണിച്ചവർ ഒഴികെ എന്ന് മുഹമ്മദ് മുസ്തഫ. മാല്യാമറ്റിൽ സ്വജനപക്ഷപാതം കാണിച്ചവർ ഒഴികെ. അപ്പൊ പൊതുവെ ഇത് ഭയങ്കര പ്രശ്നമുള്ള ഒരു പരിപാടിയാണ് മഹല്ല് ജമാഅത്തിന്റെ. അപ്പൊ എന്തിനാണ് വെറുതെ ചീത്തക്കാൾ നിൽക്കുന്നത്? നിങ്ങൾ മീറ്റിംഗ് കൂടിയിട്ട് ചാരിറ്റിക്ക് ഒരു കമ്മിറ്റി, ഒരു സബ് കമ്മിറ്റി, നിങ്ങളുടെ അധികാരം പോകുമല്ലോ എന്ന് ഭയന്നു പോകരുത്. ഈ അധികാരം ഭാരമാണ്, ഇത് ആക്ഷേപിക്കപ്പെടാൻ കാരണമാകുന്നതാണ്, ഇത് ദുഃഖത്തിന്റെ കാരണമാകുന്നതാണ്, ഇത് നരകത്തിന് പോലും കാരണമാകുന്നതാണ്. അതുകൊണ്ട് അധികാര വികേന്ദ്രീകരണം നടത്തണം. ചാരിറ്റിക്ക് ഒരു ജോയിന്റ് സെക്രട്ടറി, അവന് ചുമതല കൊടുക്കുക. വരിസംഖ്യ പിരിക്കാൻ ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കും. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കും, സെക്രട്ടറി പ്രസിഡന്റും വരിസംഖ്യയുടെ കാര്യം എന്താ പറയും. അപ്പൊ അവനിങ്ങനെ നിന്ന് ചൂളും. ഇത് എല്ലാ കമ്മിറ്റിക്കാർക്കും ഭയങ്കര സുഖ, സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ, പ്രസിഡന്റ് ചോദ്യം ചെയ്യാൻ. നമ്മളൊരു പരിപാടിക്കില്ല. ഒരു വയലു പരിപാടി വെച്ചാൽ പിരിക്കണം സെക്രട്ടറി, പ്രസിഡന്റ് പിരിക്കണം, അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി പിരിക്കണം. എന്തിനാണ് ഈ മെമ്പർമാര്? എന്തിനാണ് മെമ്പർമാര്? ചോദ്യം ചെയ്യാനോ? അപ്പൊ ഫസ്റ്റ്ലി മൈ അഡ്വൈസ് ഫോർ യു, നിങ്ങളോടുള്ള ആദ്യത്തെ അഡ്വൈസ്, അധികാര വികേന്ദ്രീകരണം ഉണ്ടാക്കും. ഇൻഷാ അല്ലാഹ് പറയും. നിങ്ങൾ പറയില്ല, കാരണം ഇത് കയ്യിൽ നിന്ന് പോകുന്നുള്ള പേടിയാ. എന്താണ് മുസ്ലിമീങ്ങൾ ഇത് പിടിച്ചു വെച്ചിട്ട് കാര്യം? നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകില്ല, നിങ്ങൾക്ക് അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു സിസ്റ്റം വരും. രണ്ടാമത്തെ ഒരു പോയിന്റ്, 8 കാര്യം ഞാൻ പറയുന്നുള്ളൂ. രണ്ടാമത്തെ ഒരു പോയിന്റ്, ബാക്കി പറയണോ? പറയൂ, ബാക്കി പറയണോ? പറയുന്നു, ബാക്കി പറയണോ? അപ്പൊ നിങ്ങൾ ഉഷാറായല്ലോ. അതിനാണ് ഞാൻ വയലാക്കിയത്. രണ്ടാമത്തെ കാര്യം,
നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ നിങ്ങൾ കരുതും ഇതൊന്നും നടക്കൂല, രാജിവെച്ചോളി, ഒരു 50 പൈസ പേപ്പർ വാങ്ങി രാജിവെച്ചോളി, ഇത് നടക്കില്ല എന്ന് SMF-ന്റെ മഹല്ല് ശാക്തീകരണത്തിന്റെ ഈ ഹാളിൽ ഇരുന്നിട്ട് നിങ്ങൾ ഞാനിത് പറയുമ്പോൾ ഇത് നടക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റൂല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. രാജിവെച്ചു. ഇങ്ങനൊരു ദേഷ്യം വന്നാലും ശരി, കിട്ടിയ അവസരത്തിൽ ഞാൻ തള്ളുകയാണ്, രാജിവെച്ചോളൂ. 50 പൈസയുള്ള ഒരു കടലാസ് എന്തിനാണ് പറയട്ടെ. മഹല്ലിന്റെ ഒരു ഡാറ്റ നിങ്ങൾ ശേഖരിക്കണം. മഹല്ലിന്റെ ഒരു ഡാറ്റ. മഹലിന്റെ കുറെ മെമ്പർമാരുണ്ടല്ലോ, ഒരു സമിതിയെ നിശ്ചയിക്കും, അവിടുത്തെ SKSSനെയോ SYSനെയോ ഒക്കെ ചുമതല ഏൽപ്പിക്കും. മനോഹരമായ ഒരു ഡാറ്റ ഉണ്ടാകും. മൊത്തം മഹല്ലിന്റെ സ്ഥിതി വിവരണ കണക്കുകൾ നിങ്ങളുടെ ഓഫീസിന്റെ മേശപ്പുറത്തുണ്ടാകണം. ഒന്നുകിൽ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യണം, അത് കഴിയുമെങ്കിൽ സാമ്പത്തികമായി കഴിയുമെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കയറ്റണം. നിങ്ങളുടെ വീട്ടിലെ ഒരു മഹല്ലിൽ ഒരു സർവേ നടത്താം. മഹലിലെ മൊത്തം ജനസംഖ്യ എത്രയാണ്? ഇപ്പൊ നിങ്ങളുടെ മഹലിൽ എത്ര വീടുണ്ടെന്ന് വെച്ചാൽ ഒരു 100-150 ഏകദേശം. എന്താണ് ഈ ഏകദേശം? എന്താണ് ഏകദേശം? ഇത് ദീനിന്റെ സിസ്റ്റമാണ്. ഇത് വളരെ മനോഹരമായി ക്രിസ്ത്യാനികൾ നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളൊരു ഇടവകയിലെ ഫാദറിനോടോ കമ്മിറ്റിക്കാരനോടോ ഇടവക വികാരിയോട് ചോദിക്കുക എത്ര ആളുണ്ട്, കൃത്യമായ എണ്ണം പറയും. നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ നിങ്ങളുടെ മഹലിൽ എത്ര ഉണ്ട്? ഏകദേശം ഒരു 400. എന്താണ് ഏകദേശം? എന്താണ് ഏകദേശം? ആ സിസ്റ്റം തെറ്റാണ്. അതുകൊണ്ട് ഒരു ഡാറ്റ ബാങ്ക് ഉണ്ടാക്കണം. അവരുടെ ആരോഗ്യാവസ്ഥ, അതിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്, പഠിക്കാത്തവരുണ്ട്, എത്ര ഹയർ എഡ്യൂക്കേഷൻ പഠിക്കുന്നുണ്ട്, എത്ര ആളുകൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്. 3 പോയിന്റ് നമ്പർ 3, ആർക്കാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുള്ളത് എന്ന് വെച്ചാൽ കിടക്കുന്നുണ്ട് കുറെ ആൾ, കിടപ്പ് രോഗികൾ ഉണ്ടാവും, ആരും സഹായിക്കാനില്ലാത്ത രോഗികളായി മരുന്ന് വാങ്ങാൻ കാശില്ലാത്തവരുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന പണി എന്താണ്? മഹല്ലിന്റെ ലെറ്റർ പാഡില് ഈ വരുന്നയാള് അനാഥ കുടുംബമാണ്, ഭർത്താവ് മരിച്ചവരാണ്, 3 പെൺകുട്ടികളുണ്ട്, രോഗിയാണ്, സഹായിക്കണം. തേങ്ങാക്കൊലയാണ്. എന്നിട്ട് അടിയിൽ മഹല്ല് സെക്രട്ടറിയുടെ സീലും ഒപ്പും വെച്ചു കൊടുക്കുന്ന നാണം കെട്ട പരിപാടിയാണ് മഹല്ല് ജമാഅത്തിന്റെ ഉത്തരവാദിത്തം എന്ന് കരുതിയോ നിങ്ങൾ? അതാണ് മഹല്ല് ജമാഅത്തിന്റെ ഉത്തരവാദിത്തം. വെള്ളിയാഴ്ച വേർത്തൊലിച്ചൊരു പെണ്ണ് ഈ ലെറ്റർ പാടുമായി ഖത്തീബ് പറയാണ്, ഇതാ ഇന്ന മഹലിൽ നിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങൾ സഹായിക്കണം, 350 ഉലുവ. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലൻ അൻ റഅയതിഹി. നിങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണ്, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഇൻഷാ അല്ലാഹ് ഉറപ്പിച്ചോളൂ, ഞാനും നിങ്ങളും ഖത്തീബും മഹല്ല് ജമാഅത്തും നാളെ അല്ലാഹുവിന്റെ വിചാരണയിൽ നീ ഏൽപ്പെടുത്ത ഉത്തരവാദിത്തം നിർവഹിക്കാത്തതിന്റെ പേരിൽ ഒരടി മുന്നോട്ട് വെക്കാനാവാതെ വിറച്ചു പോകും. അതാണ് മഹല്ല് ജമാഅത്ത്. ആഖിറുഹാ അദാബും മിനന്നാർ. ഇതത്ര സുഖമുള്ള പരിപാടിയല്ല. ഖത്തീബാകലും കമ്മിറ്റിയാകലും ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറൽ ബോഡിയിൽ കാട്ടിക്കൂട്ടുന്ന പരിപാടി എന്താണ്? ഇതുവരെ നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിണ്ടാവും, ഇപ്പൊ ദേശീയ തുടങ്ങിയിട്ടുണ്ടാവും, എനിക്കറിയാം. പോകേണ്ടവർക്ക് പോവാം, എനിക്കൊരു കുഴപ്പമില്ല. നേൽപ്പിച്ച പരിപാടി ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. മെമ്പർഷിപ്പ് ഉണ്ടാക്കിയിട്ട് നീ പാനിൽ എന്റെ പേര് എഴുതണമെന്ന് പറയില്ലേ, നരകത്തിന്റെ കച്ചിട്ടാണ് എഴുതിണ്ടാക്കുന്നത്. എന്നിട്ട് ഒരു പരിപാടി നടക്കാതെ ഉസ്താദിന് ശമ്പളം കൊടുക്കുക, അതിന് റെസീവർ പോരെ. തേങ്ങയുടെ കണക്ക് എഴുതുക, റെസീവർ പോരെ. വരിസംഖ്യയുടെ കണക്ക് വെക്കുക. ഇത് 3 മാത്രമാണെങ്കിൽ ഉറപ്പിച്ചോളൂ, ഞാൻ നിങ്ങളും ഞാനൊരു മഹല്ല് കമ്മിറ്റിയിൽ അംഗമാണ്, അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. അബ്സല്യൂട്ട്ലി. ഇതാർക്കെങ്കിലും ഈമാനികമായി മനസ്സിലാകുന്നുവെങ്കിൽ, നിങ്ങളുടെ ആരുടെയെങ്കിലും പ്രിവിലേജിനെ തകർക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടണ്ട. ഈമാൻ കൊണ്ടാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, ആ ചെക്കൻ പറയുന്നത് ശരിയാണല്ലോ, ഇത് അള്ളാന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമല്ലോ. നോക്കൂ, റമദാനിലെ നമ്മുടെ ആൾക്കാര്, പ്രത്യേകിച്ച് ഞാനൊക്കെ ജോലി ചെയ്യുന്ന പ്രദേശങ്ങളില്, പാലക്കാട് നിന്ന്, ആലത്തൂരിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. നോമ്പുണ്ടോ അല്ലാഹു ആലം, 10-20 ഉറുപ്യ കിട്ടാൻ വേണ്ടി അലഞ്ഞു നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ സിസ്റ്റം ഉണ്ടായത്? ഈ ഒരു ഡാറ്റ ബാങ്ക് നിങ്ങൾ തയ്യാറാക്കിയാല് നിങ്ങളുടെ നാട്ടിലെ കാറ്റഗറൈസ് ചെയ്യുക, ABCD, എക്കോണമിക്കൽ കാറ്റഗറി എന്ന് വേണമെങ്കിൽ പേര് വെക്കാം. അതായത് നല്ല സമ്പന്നർ, പകുതി സമ്പന്നർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, അതിദാരിദ്ര്യമുള്ളവർ, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്താൽ സമ്പത്തുള്ളവന്റെ വീട്ടിൽ റമദാൻ 27-ന് മുമ്പിലെ പാത്രത്തിൽ നിന്ന് കൊടുക്കുന്ന 5 രൂപയല്ല സക്കാത്തെന്ന്
ബോധ്യപ്പെടുത്തിയിട്ട് 50 നല്ല പണക്കാരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറയാം, നിങ്ങൾ ഇന്നയാൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെയും മുജാഹിദിന്റെയും സക്കാത്ത് കമ്മിറ്റി എന്നുള്ള ആ ബുദ്ധിമുട്ടുന്ന ശറഈയായ ബുദ്ധിമുട്ടിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങളുടെ മഹല്ലിലെ വളരെ പാവപ്പെട്ട 10-20 ആളുകളുടെ പേരെടുത്തിട്ട് ഈ 50ഓളം പണക്കാർക്ക് കൊടുക്കാൻ, നിങ്ങൾ ഇയാൾക്ക് മാത്രം സക്കാത്ത് കൊടുത്താൽ മതി. എന്താണ് സക്കാത്തിന്റെ സിസ്റ്റം? ഇക്കൊല്ലം സക്കാത്ത് വാങ്ങിയവൻ അടുത്ത കൊല്ലം സക്കാത്ത് വാങ്ങുക അല്ലേ ഹബീബിങ്ങളെ? ഈ കൊല്ലം സക്കാത്ത് വാങ്ങിയാൻ അടുത്ത കൊല്ലം വാങ്ങരുത്. ഇക്കൊല്ലം സക്കാത്ത് വാങ്ങുന്നവൻ ഒരുത്തന്റെ പണം കൊണ്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങട്ടെ, അയാളത് ഓട്ടട്ടെ, അടുത്ത കൊല്ലം അയാൾ സക്കാത്ത് വാങ്ങാത്ത സിസ്റ്റം വരണം. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികൾ നടക്കൂല നിങ്ങൾ കരുതരുത്. നടന്ന മഹല്ലുകളുണ്ട്, ഉറപ്പായിട്ടും നടന്ന മഹല്ലുകളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ജീവകാരുണ്യ പ്രവർത്തനത്തെ ആസ്പദമാക്കി ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയാൽ നന്നാകും. അതിന് വലിയ പണിയൊന്നുമില്ല. കമ്മിറ്റിയിൽ നിങ്ങളെ ചീത്ത പറയുന്ന മെമ്പർമാരുണ്ടല്ലോ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ജനറൽ ബോഡിയിലും അല്ലാത്തവരൊക്കെ ചീത്ത പറയുന്ന കുറെ ഒരു പണിയില്ലാത്ത മെമ്പർമാരില്ലേ, അവരുടെ മണ്ടക്ക് വെച്ചു കൊടുക്കുക. നിങ്ങൾ അതിന്റെ ഡാറ്റ സുന്നി മഹൽ ഫെഡറേഷൻ വേണമെങ്കിൽ തരും. നിങ്ങൾ ബഷീർ കല്ലേ പടത്തോട് ചോദിച്ചാൽ മതി, തരും. അടിക്കുക. 2000 റുപ്യ എങ്കിൽ ചെലവുണ്ടാവുള്ളൂ. മൂന്നാമത്തെ കാര്യം, കൗൺസിലിങ്ങും ബോധവൽക്കരണവും 6 മാസത്തിൽ ഒരിക്കൽ നടത്തണം. ചിലരെങ്കിലും ഇത് എഴുതിയെടുക്കുന്നുണ്ട്. ഇന്ത്യയില് 6-ൽ ഒരാൾക്ക് വീതം മാനസികമായ പിൻബലം ആവശ്യമാണെന്ന് പുതിയ മൊഡേൺ സർവേകൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മഹത്യ വർദ്ധിക്കുകയാണ്. തൃശൂർ ജില്ലയിലെ, ഞാൻ മഹലിന്റെ പേര് പറയുന്നില്ല, ഒരു പെൺകുട്ടി, 20 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി ഫോണിൽ സംസാരിക്കുന്നത് ആങ്ങളെ തടഞ്ഞു. ഞാൻ മഹലിന്റെ പേര് പറയുന്നത് അതവർക്ക് ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയിട്ട. ആ പെൺകുട്ടി ആ ഫോണ് പിടിച്ചു വാങ്ങി, അവനൊന്ന് ചെറുതായി തല്ലി. ആരോടെ സംസാരിക്കുകയാണ്. ആ കുട്ടി വോയിസ് ക്ലിപ്പ് ഇട്ടു വാപ്പാക്ക്, മോൻ എന്നെ തല്ലിയിട്ടുണ്ട്, അവനെന്നെ ഉപദ്രവിക്കുകയാണ്. അത് പറഞ്ഞിട്ട് കഴുത്തിൽ കയറിട്ട് തൂങ്ങി മരിച്ചു. ഇതൊരു 6 മാസത്തിനുള്ളിൽ ഉണ്ടായ സംഭവം. നമ്മുടെ ജില്ലയുടെ കാര്യം പറഞ്ഞു. ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ മതി, ആളുകൾ, കുട്ടികൾ ആത്മഹത്യയാണ്. ഇവിടെ മഹല്ല് ജമാഅത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഒരു 6 മാസത്തിൽ ഒരു ബോധവൽക്കരണ കൗൺസിലിംഗ് ക്യാമ്പ് നടത്തണം. 25 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും. അതിനുള്ള ആളുകളെ SMF വിട്ടുതരും. നിങ്ങൾ അവർക്കുള്ള എന്തെങ്കിലും യാത്രാഭത്ത കൊടുത്താൽ മതി. അത് സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, വേണമെങ്കിൽ രോഗികൾക്ക് വരെ അത്തരം ഒരു കൗൺസിലിംഗ് നടത്താൻ നോക്കൂ. മദ്യപാനം ഒരു പ്രശ്നമുള്ള കാര്യമില്ല. മെഥഡിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, MDMA. അത് ഗുളിക സ്റ്റൈലിലുണ്ട്. ഇത് അവിശ്വാസികളുടെ കാര്യമല്ല പറയണത്. മുസ്ലിം പെൺകുട്ടികൾ വരെ MDMA ഉപയോഗിക്കുന്നുണ്ട് എന്ന അപകടകരമായ വാർത്ത നമ്മെ പേടിപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് ഫേസ്ബുക്കിൽ വിവാദം ഉണ്ടാക്കാനല്ലേ സമയമുള്ളൂ, നമ്മുടെ വാട്സപ്പിൽ വിവാദം ഉണ്ടാക്കാനല്ലേ സമയമുള്ളൂ. നമ്മുടെ ഉമ്മത്ത് ഒലിച്ചു പോവുകയാണ്, ഒരു ഭാഗത്തൂടെ ഒലിച്ചു പോവാൻ. കുട്ടികളുടെ കയ്യിൽ ക്യാപ്സൂൾ രൂപത്തിലുണ്ട്, ക്രിസ്റ്റൽ രൂപത്തിലുണ്ട്, പൗഡർ രൂപത്തിലുണ്ട്, സ്റ്റാമ്പ് സൈസിലുണ്ട്, മിഠായി സൈസ് ഉണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ കരുതുന്നത് പറയുമ്പോ അതിന് ഞാൻ എന്താ ചെയ്യുക? ഇതൊക്കെ കമ്മിറ്റിക്കാരുടെ ചുമതലയാണോ? ബാപ്പ ഉമ്മ ഉൾക്കൊള്ളുന്ന ഒരു മഹല്ല് ജമാഅത്തിന്റെ ദീനീപരമായ ഉത്തരവാദിത്തമാണ് ഒരു മഹല്ല് ജമാഅത്തിന്റെ ഖത്തീബിന്റെയും. ഇവിടെ പിന്നെ ഖത്തീബുമാരില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവരെ ഫോക്കസ് ചെയ്യാത്തത്. ഇൻഷാ അല്ലാഹ് സമസ്തയുടെ ഒരു ഉലമാ സമ്മേളനം ഇതിന്റെ പിറകെ വരുന്നുണ്ട്. ഇത് മഹല്ല് കമ്മിറ്റിക്കാരുടെ പരിപാടിയാണ്. അപ്പൊ ഒരു കൗൺസിലിംഗ് കൊടുക്കുക, അത് വിശദീകരിച്ച് പറയേണ്ടതാണ്, പക്ഷെ ഇപ്പൊ സമയമില്ലാത്തതുണ്ടാവും. മൂന്നാമത്തെ ഒരു കാര്യം, കരിയർ ഗൈഡൻസിന്റെ. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്നും പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കരിയർ ഗൈഡൻസിന്റെ ഒരു പരിപാടി വെച്ചാൽ, ഒരു മാർച്ച് മാസത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികള്, എന്തുകൊണ്ടാണ് കുട്ടികൾ പള്ളി വരാത്തത്? എന്തുകൊണ്ടാണ് കുട്ടികൾ സലാത്ത് മജ്ലിസിൽ വരാത്തത്? എന്തുകൊണ്ടാണ് കുട്ടികൾ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന് പോലും വരാത്തത്? വാപ്പ സമസ്തക്കാരനായതുകൊണ്ട് ആ ഒരു ഒഴുക്കിൽ സമസ്തയായ കുട്ടികൾ മാത്രമേ നമ്മുടെ കൂടെയുള്ളൂ. ഇത് ലൈവ് പോകുന്നുണ്ടെങ്കിലും ഞാൻ പറയാം, അങ്ങനെ സമസ്തയായവർ മാത്രമേ ഉള്ളൂ. പുതിയൊരു തലമുറയുണ്ടല്ലോ, അവർ ജമാഅത്തുമല്ല, അവർ മുജാഹിദല്ല, അവർ സുന്നിയല്ല, അവർ ഒരു തരം ഹവയിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾ മെമ്പർഷിപ്പ്, കഴിഞ്ഞ കൊല്ലം മെമ്പർഷിപ്പ് കിട്ടിയവർക്ക് തന്നെയാണ് ഈ കൊല്ലം മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. പുതിയ മെമ്പർഷിപ്പ് കൂടുന്നില്ല, പുതിയ തലമുറ വരുന്നില്ല, ഒരു പരിധി വരെ വരുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല.
അഭിരുചി അനുസരിച്ച് കൊടുക്കുന്നില്ല. നമുക്കൊരു കരിയർ ഗൈഡൻസ് കോച്ചിങ് ക്യാമ്പ് നടത്തിക്കൂടെ? വർഷത്തിൽ ഒരു തവണ അതിവിദഗ്ധരായ നമ്മുടെ ആളുകളില്ലേ, ട്രെൻഡിന്റെ ടൈം ടു റിവൈവ് എഡ്യൂക്കേഷൻ ഡേയിലെ ആ ടാഗിലെ ഇപ്പൊ മാറിയിട്ടുണ്ട്. ട്രെൻഡിന്റെ ആളുകളില്ലേ, ഒരു 2000 രൂപ കൊടുത്ത് അവരെ കൊടുന്നാല് വിഷ്വലൈസ് ചെയ്തിട്ട് അവർക്ക് പഠിക്കേണ്ടത്, നിങ്ങൾ SSLC പാസ്സായി കഴിഞ്ഞാൽ +2 ചേരുമ്പോൾ ഹ്യൂമാനിറ്റീസ് ആണ് കൊടുക്കേണ്ടത്, സയൻസ് ആണ് കൊടുക്കേണ്ടത്. അവരുടെ അഭിരുചികളെ തിരിച്ചറിയാൻ കഴിയണം. വാപ്പിയും കുട്ടികളോട് പറയാണ്, നീ ഡോക്ടറായാൽ മതി എന്ന്. കുട്ടിക്ക് പഠിക്കേണ്ടത് CA കാരനായാൽ മതി എന്നായിരിക്കും. സംഘർഷമായില്ലേ? പ്രശ്നമായില്ലേ? നമ്മുടെ കുട്ടികൾ പാതി വഴിയിൽ പഠിപ്പ് തീർക്കുന്നില്ലേ? ഗഞ്ചാവിനും ഹശീഷിനും അടിമപ്പെട്ടു പോകുന്നില്ലേ? അവരുടെ അഭിരുചികളെ തിരിച്ചറിഞ്ഞു കൊടുക്കാൻ മഹല്ല് ജമാഅത്ത് ഒരു കരിയർ ഗൈഡൻസ് കൊടുത്താൽ പുതിയ തലമുറ ചിന്തിക്കും. ഖത്തീബുൽ ഉസ്താദ് ഉദ്ഘാടനം ചെയ്യണത്, ഈമാനും ഇസ്ലാമും പറയേണ്ട ആള്, ഖബറും മഹ്ശറയും പറയേണ്ട ആള് പറയുന്നത്, നിങ്ങള് സയൻസ് ഗ്രൂപ്പ് അല്ല എടുക്കേണ്ടത്, ഹ്യൂമാനിറ്റീസ് ആണ് എടുക്കേണ്ടത്, അല്ല തിരിച്ചാണ് എടുക്കേണ്ടത്. KL 46N5037 അത്യാവശ്യമായി പോകേണ്ട വണ്ടിയാണ്. അല്ലെ, ഈ വണ്ടിയുടെ മുമ്പുള്ള വണ്ടി മാറ്റി കൊടുക്കേണ്ടതാണ്. ഹബീബിങ്ങളെ, അതുകൊണ്ട് ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്താം. ഒന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ ചിലപ്പോ നടന്നാലോ? ഇൻഷാ അല്ലാഹ് പറയും. അപ്പൊ യുവാക്കൾക്കും കുട്ടികൾക്കും തോന്നുന്നു നമ്മുടെ മഹല്ല് കമ്മിറ്റി ഉണ്ടല്ലോ, അതിന് നിങ്ങൾ പഠിപ്പുള്ളവരും വിദ്യാഭ്യാസമുള്ളവരാകണമെന്നില്ല, ആയാലും കുഴപ്പമില്ല. എല്ലാ കമ്മിറ്റിക്കാരും ഭയങ്കര പഠനമുള്ളവരൊന്നും ആകണ്ട, ഒരു അക്കാഡമിക പഠനവും വേണ്ട. നിങ്ങൾ അങ്ങനെ ഒരു പരിപാടി നടത്തിയാൽ മതി. കുട്ടികൾ ഇരച്ചു വരും. അതിനിപുണനായ ഒരു വിദ്യാഭ്യാസ വിദഗ്ധനെ SMF വിട്ടുതരാം. നിങ്ങൾ ഇടങ്ങാറാകണ്ട, നിങ്ങൾ SMF വിളിച്ചാൽ മതി. ഞാൻ അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ബഷീർ വൈസിനെ വിളിച്ചോളൂ. ഫോൺ എടുക്കില്ല എന്നുള്ളൊരു കുഴപ്പമുണ്ട്, എന്നാലും നിങ്ങൾ വിളിച്ചു നോക്കി, നമ്മൾ വിട്ടുതരാം. നിങ്ങൾ നടത്തുമോ നിങ്ങളെ ഹബീബിങ്ങളെ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ കുട്ടികൾ ദീനിനോട് അടുക്കും. നമ്മുടെ കുട്ടികൾക്ക് മഹല്ല് ഞങ്ങൾക്ക് നൽകുന്നു സേവനങ്ങളെന്ന് തിരിച്ചറിവുണ്ടാവും. ഇത് ക്രിസ്ത്യാനികൾ വളരെ കൃത്യമായി നടത്തുന്നുണ്ട്. അവരുടെ കുട്ടികളൊക്കെ അവരുടെ കീഴിലാണ്, നമ്മുടെ കുട്ടികൾ നമ്മുടെ കീഴിലല്ല. നാലാമത്തെ കാര്യം, സെന്റർ ഫോർ എക്സലൻസ്. ഞാനത് വിട്ടുകളയാണ്. അഞ്ചാമത്തെ കാര്യം, കാർഷിക രംഗത്ത് നമുക്ക് എന്താ ഇടപെട്ട കഴിക്കോ? ചില മഹലിലൊക്കെ വളരെ മനോഹരമായി നടത്തിയിട്ടുണ്ട്. എത്രയോ ഖബർസ്ഥാൻ അല്ലെങ്കിൽ മഹല്ല് ജമാഅത്തിന്റെ തരിശു നിലങ്ങൾ വെറുതെ കിടക്കുന്നുണ്ട്. പരിശുദ്ധ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അവസാനത്തെ അടയാളം ദൃശ്യമായാലും നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ നട്ടേക്കണേ. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ഖിയാമത്ത് നാൾ സംഭവിക്കാൻ പോവുകയാണ്. സൂര്യൻ പടിഞ്ഞാറ് നോതി, അപ്പോഴും നിങ്ങളുടെ കയ്യില് ഒരു ചെടിയുണ്ടെങ്കിൽ നടണമെന്ന് പരിശുദ്ധ റസൂൽ. സഹാബത്ത് ചോദിച്ചു, നബിയേ അപ്പോഴെന്തിനാണ് ചെടി നടുന്നത് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക്, നിങ്ങൾ കർമ്മം ചെയ്യണേ, പ്രതിഫലം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. എത്ര തരിശു നിലങ്ങളാണ് കിടക്കുന്നത്. മഹല്ല് ജമാഅത്തിന്റെ വഖഫ് സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട്, വെറുതെ കിടക്കുകയാണ്. നിങ്ങൾക്ക് പച്ചക്കറി കൃഷി നടത്തിയിട്ട് ഒരു മഹല്ല് ജമാഅത്തിന്റെ സംയുക്ത സംരംഭം നടത്തിക്കൂടെ? അപ്പൊ നിങ്ങൾ തോന്നുന്നുണ്ടാവും, എന്താണ് ഇയാള് പറയണത്? നമ്മൾ പച്ചക്കറി നടത്തൂ. നടത്തി വിജയിച്ച സ്ഥലങ്ങളുണ്ട്. ചിലപ്പോ ലാഭം ഉണ്ടാവും. ഒരു വിഹിതം മഹല്ല് കമ്മിറ്റിക്ക് എടുക്കുക, ഒരു വിഹിതം ചെലവിലേക്ക് നീക്കി വെക്കുക, ഒരു വിഹിതം അതിനു വേണ്ടി പണിയെടുത്ത കൂലിയില്ലാതെ പണിയെടുക്കാൻ ചെറുപ്പക്കാരും വയസ്സന്മാരും വരും. കാരണം എല്ലാവർക്കും കൊളസ്ട്രോൾ ആണ്, എല്ലാവർക്കും പ്രമേഹ. ഞാൻ ഉമ്മർ മാഷിക്ക് പ്രമേഹത്തെ കുറിച്ച് പറയരുത്, വരൂല്ലേ? അങ്ങനെ വന്ന മഹല്ലുണ്ട്, കാസർഗോഡ് ജില്ലയിലുണ്ട്. നടക്കാൻ പോകുന്നുണ്ട് രാവിലെ ആളുകൾ. ആ നടത്തം പള്ളിക്കാട്ടിലെ കൃഷിയിടത്തിലേക്ക് വരട്ടെ, വെള്ളം അവർ ഒഴിക്കട്ടെ, അവർ കൃഷി നടത്തട്ടെ. ഒഴിവുള്ളപ്പോ നമ്മളും പോയി ഒന്ന് കളച്ചാലെന്താ ഭൂമി കുലുങ്ങും? ഖത്തീബ് ഉസ്താദ് കളച്ചാലെന്താ ആകാശം ഇടിഞ്ഞു വീഴോ? മദ്രസ മുഅല്ലിമീങ്ങൾ കളച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴില്ല. കൊളസ്ട്രോളൊക്കെ ഒന്ന് പോകട്ടെ, പ്രമേഹം പോകട്ടെ, ഈ അജീർണൊക്കെ ഒന്ന് മാറട്ടെ. അള്ളാഹുവിന്റെ റസൂല് കൃഷിയെ കുറിച്ച് സംസാരിച്ചില്ലയോ? ഇതൊക്കെ ഹിന്ദുക്കൾക്കുള്ളതാണ്, ഇതൊക്കെ ക്രിസ്ത്യൻ ജമാഅത്തിനുള്ളതാണ്, ഇടവകക്കുള്ളതാണെന്ന് ആരാണ് പഠിപ്പിച്ചത്? ഈത്തപ്പനക്ക് നനക്കാൻ പോയില്ലയോ പരിശുദ്ധ സ്വഹാബ?
മദീനത്തെ പള്ളിയുടെ സൈഡിൽ എത്രയെത്ര മനോഹരമായ ഈന്തപ്പനത്തോട്ടങ്ങളാണ് ഉണ്ടായത്. ആരാണ് നനച്ചത്? അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്. അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബത്ത് താരകതുല്യരാണ് എന്ന് പറഞ്ഞ സഹാബത്ത് ഈത്തപ്പന നനച്ചു. പിന്നെന്താ ഖത്തീബിനെ നനച്ചാല്, പിന്നെന്താ മുക്രിക്ക് നനച്ചാല്, പിന്നെന്താ മദ്രസ മൗലവിക്ക് നനച്ചാല് പറ്റൂല എന്ന് പറഞ്ഞാൽ പിരിച്ചു വിട്ടോളി. എനിക്കതൊന്നും പറ്റില്ല മാർച്ച്, നിങ്ങളിവിടെ വേണ്ടാന്ന് പറയുന്നു. പക്ഷേ കച്ചവടം കഴിയുമ്പോൾ ഒരു വിഹിതം അവർക്ക് കൊടുക്കണം. അത് അധ്വാനത്തിന്റെ പോലെ ഒന്നുമല്ല, ഒരു ഹദിയ പോലെ കൊടുക്കണം. നാട്ടുകാർക്ക് വീതം വെക്കണം. ഇത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഒന്ന്, ആരോഗ്യമുള്ള ഒരു ജനതയുണ്ടാകണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരോഗ്യമില്ലാത്തൊരു മുഅ്മിനിനേക്കാൾ ആരോഗ്യമുള്ള മുഅ്മിനിനെയാണ് അല്ലാഹുക്ക് ഇഷ്ടം. സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മഹല്ല് ജമാഅത്തിലെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്വവും മഹല്ല് ജമാഅത്തിനാകുന്ന ഒരു സിസ്റ്റം വരുന്ന നിങ്ങൾ ആലോചിച്ച് നോക്ക്. റസൂലുള്ളാഹി കോസ്റ്റ്ലി ഫുഡല്ല കഴിച്ചത്, പക്ഷേ ഹൈജീനായ ഫുഡാണ് റസൂലുള്ളാഹി കഴിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി പ്രാർത്ഥന എങ്ങനെയായിരുന്നു? അല്ലാഹുമ്മ ർസുഖ്നി റിസ്കൻ ഹലാലൻ ത്വയ്യിബാ, എനിക്ക് നീ കോസ്റ്റ്ലിയായ വില പിടിച്ച ഭക്ഷണം തരണമെന്നല്ല, ത്വയ്യിബായ ഭക്ഷണം തരണേ നബി അല്ലാഹുവേ. എന്ന് വെച്ചാൽ ഹൈജീനായ ഫുഡ് തരണേ. അള്ളാന്റെ റസൂലിന്റെ ഭക്ഷണം എത്ര ലളിതമായിരുന്നു, പക്ഷെ അത് ഹൈജീനായിരുന്നു, ആരോഗ്യമുള്ള ഭക്ഷണമായിരുന്നു. തമിഴ്നാട്ടിലെ പച്ചക്കറി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം മാറിയിട്ട് ജനറ്റിക് അഗ്രികൾച്ചർ രീതി മഹല്ല് ജമാഅത്തിന് നടത്തിയ വിജയിക്കും. നിങ്ങൾ വെറുതെ ഒരു ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ രൂപമൊക്കെ പറയണമെന്നാണ് ഞാൻ കരുതിയത്. 9 മണിക്ക് പ്രസംഗിക്കേണ്ട ആള് ഇപ്പൊ പ്രസംഗിക്കുന്നത് എത്ര മണിക്കാണെന്നറിയോ? 2:15 9:00 പ്രസംഗിക്കേണ്ട ആളാണ്. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. പക്ഷെ ഇത്രയും പേര് ഫുഡ് കഴിക്കാതെ ഇരിക്കുന്നുണ്ടല്ലോ. 7, ആരോഗ്യരംഗം. നേരത്തെ ഒന്ന് പരാമർശിച്ചു പോയിട്ടുണ്ട്. ഒരു ആരോഗ്യ പദ്ധതി അത് എത്രമേൽ നമ്മുടെ മഹല്ല് ജമാഅത്തിൽ വിജയിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു 6 മാസം കൂടുമ്പോൾ ഒരു ആരോഗ്യ ക്യാമ്പ്. ഇത് റോട്ടറി ക്ലബ്ബല്ല നടത്തേണ്ടത്, അവരവരെ വഴിക്ക് നടത്തണ്ടേ. ഇത് യൂത്ത് കോൺഗ്രസോ ഡിവൈഎഫ്ഐയോ യൂത്ത് ലീഗോ എല്ലാം നടത്തേണ്ടത്, അവരവരെ വഴിക്ക് നടത്തട്ടെ. മഹല്ല് ജമാഅത്തിന്റെ പേരിൽ ഒരു ആരോഗ്യ ക്യാമ്പ് നടത്തിയാൽ അപ്പൊ നിങ്ങൾ പറയും ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടാണോ? ആണ്. മഹല്ലിന്റെ സോഷ്യൽ വർക്കിന്റെ ഭാഗമായി നിങ്ങൾക്ക് 5 പൈസ ചെലവില്ല. 5 പൈസ. നിങ്ങൾ ചാവക്കാട് തൃശ്ശൂരിലെ ഏറ്റവും പ്രഖ്യാതമായ ഒരു ഹോസ്പിറ്റലിനോട് പറയാണ് ഞങ്ങൾ ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട് ഡയബറ്റിക്സിനെ കുറിച്ച്, ഹൃദയസ്തംഭനത്തെ കുറിച്ച്. ഏത് മെഡിക്കൽ വിഭാഗമാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഫുൾ എക്യുപ്മെന്റുമായി, മെഡിക്കൽ എക്യുപ്മെന്റുമായി അവരുടെ ടീം അവിടെ വരും. നിങ്ങൾക്ക് പൈസ ചെലവില്ല. മഹല്ല് ജമാഅത്തിന്റെ 5 പൈസ നിങ്ങൾ ചെലവഴിക്കേണ്ടതില്ല. വേണമെങ്കിൽ അവർക്ക് ഭക്ഷണവും അടിസ്ഥാന സൗകര്യം ചെയ്തു കൊടുത്താൽ ഒരു 2000 രൂപയിൽ തീരുന്ന പ്രശ്നമാണ്. ആളുകൾ കൂട്ടമായി ഒഴുകി വരട്ടെ, അവരുടെ രോഗനിർണയം നടക്കട്ടെ. അവർ റെഫർ ചെയ്യാനുണ്ടെങ്കിൽ അവർ റെഫർ ചെയ്യും. അതിൽ ഏറ്റവും നിർദ്ധരായ രോഗികളെ ആരെങ്കിലും കൊണ്ട് നിങ്ങളൊന്ന് സ്പോൺസർ ചെയ്യിച്ചാൽ മാത്രം മതി. എത്ര മനോഹരമായ പരിപാടിയായി മാറും. ഞങ്ങളുടെ മഹല്ല് കമ്മിറ്റി വരിസംഖ്യ നൽകുന്നതിന് ഞങ്ങളുടെ ആരോഗ്യത്തിൽ കൂടി ശ്രദ്ധിക്കുന്നുണ്ട് എന്നവർ ചിന്തിക്കുന്ന ഒരവസ്ഥ വരും. ആരോഗ്യം ദീനിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ റസൂൽ ഭക്ഷണത്തിന്റെ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണമാണ് ഓരോ രോഗത്തിന്റെയും അടിസ്ഥാനമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. പ്രൊഫറ്റിക് മെഡിസിൻ. അപ്പോ വേണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യം വിശദീകരിക്കാം. 8ാമത്തെ കാര്യം, ഏറ്റവും അവസാനത്തെ കാര്യം, റിപ്പോർട്ടിങ്ങും അപഗ്രഥനവും. 8ആയോന്ന് എനിക്കറിയില്ല. വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് റിപ്പോർട്ടിങ്ങും അപഗ്രഥനവും. എന്ന് വെച്ചാൽ അത് ജനറൽ ബോഡിയിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അതൊക്കെ അതിന്റെ സിസ്റ്റം പോലെ നടക്കട്ടെ. നമ്മൾ ചെയ്യുന്ന ഉപകാരപ്രദമായ കാര്യങ്ങൾ നമ്മുടെ മഹല്ലിലത്തെ ജനങ്ങൾ അറിയണില്ല. പല മഹല്ലിയമാറ്റും ഒരുപാട് പരിപാടി നടക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണമായി ഒരുപാട് എണ്ണം.
ഇപ്പൊ നമ്മൾ ടൈൽസ് വർക്ക് ചെയ്തിട്ടുണ്ട്, കിണർ ശുചീകരിച്ചിട്ടുണ്ട്, പള്ളിയുടെ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട്, നമ്മൾ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്, നമ്മൾ ഉസ്താദർക്ക് ശമ്പളം കൂട്ടിയിട്ടുണ്ട്. നടക്കാത്ത കാര്യമാണ് നല്ലത് പറഞ്ഞത് മാത്രം. നമ്മൾ മുറ്റം ശരിയാക്കിയിട്ടുണ്ട്, നമ്മൾ ഗേറ്റ് വെച്ചിട്ടുണ്ട്, നമ്മുടെ തെങ്ങും തോപ്പിന് പണിയെടുത്തിട്ടുണ്ട്, നമ്മുടെ വാടക കെട്ടിടം മെയിൻ്റനൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അള്ളാന്റെ ദീനിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അള്ളാഹു ഒക്കെ വലിയ വലിയ പ്രതിഫലം നൽകട്ടെ. ആരാ അറിയണത്? കുറച്ച് മെമ്പർമാരും കുറച്ച് സെക്രട്ടറി പ്രസിഡന്റും മാത്രമേ ഉള്ളൂ. നിങ്ങളെ കുറ്റം പറയല്ലേ നാട്ടുകാർ? ഒരു കാര്യമില്ല. ഒരു കല്യാണത്തിനൊക്കെ ഇങ്ങനെ മുമ്പിൽ വന്നിരിക്കും. ഇത് ജനങ്ങൾ അറിയുന്നില്ല. ഏതെങ്കിലും അപൂർവ മഹല്ലുകൾ അങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് നടത്തുന്നുണ്ടെങ്കിൽ ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ കൈ പൊക്കാവുന്നതാണ്, നല്ല കാര്യമാണ്. അപ്പോ ഈ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു വാർഷിക റിപ്പോർട്ടിംഗ് മഹല്ലിലെ മുഴുവൻ അംഗങ്ങളെയും വിളിച്ചു വരുത്തി അവർക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റമാറ്റിക്കായ, അതിന് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പദ്ധതി ഉണ്ടാകണം, പരിപാടി ഉണ്ടാകണം, റിപ്പോർട്ട് നടത്തണം. ഇത്തരം ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ മഹല്ലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നാട്ടുകാർക്ക് അറിയാം. അപ്പൊ ജനറൽ ബോഡിയിൽ അവർ പറയും, നമ്മുടെ പ്രസിഡന്റിന്റെ മതി, നമ്മുടെ സെക്രട്ടറിന്റെ മതി, നമ്മുടെ ഖജാൻജി മതി, നമ്മുടെ ഇപ്പോഴത്തെ കമ്മിറ്റി തന്നെ തുടർന്നോളും എന്ന് പറയും. അത് നമുക്ക് വീണ്ടും അധികാരത്തിൽ ഇരിക്കാനല്ല, ദീനിയായ ഒരു ചലനത്തിന് അള്ളാഹു നിങ്ങൾക്ക് തൗഫീക്ക് നൽകിയതാണ്. ഞാൻ നിങ്ങളെ നേരത്തെ ഭയപ്പെടുത്തിയാലും നിങ്ങൾ ഭയപ്പെട്ട് രാജിവെക്കൊന്നും വേണ്ട. ഇത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒരു തൗഫീക്കാണ്, വേറുള്ളവർക്ക് കിട്ടിയിട്ടില്ലല്ലോ. നിങ്ങളിപ്പോൾ ശമ്പളത്തിനൊന്നല്ലല്ലോ മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയാണ് ആൾക്കാരെ ചീത്ത വെക്കുന്നത്, ത്യാഗം ചെയ്യണത്. അള്ളാഹു ചെയ്തൊരു തൗഫീക്കാണ്. അള്ളാഹുവേ നീ വലിയ പ്രതിഫലം നൽകണേ തമ്പുരാന്, വലിയ പ്രതിഫലം നൽകണേ തമ്പുരാന്. ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ കഴിഞ്ഞാല് മഹല്ല് നാട്ടുകാർ നമ്മളെ ചീത്ത പറയില്ല. ഞാൻ ഇങ്ങനെ ഓടിച്ചു പറഞ്ഞു പോയതാണ്. എന്നിട്ട് നിങ്ങൾ ഇരുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോ ഒരു 2 ആഴ്ചയുള്ള നിങ്ങളൊരു മീറ്റിംഗ് വിളിച്ചിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അടിയന്തരമായി ചെയ്യേണ്ടത് മെമ്പർമാർക്ക് അവസരം കൊടുക്കുക എന്നുള്ളത് ചെയ്തിരിക്കണം. ഇനി ഒരു മസ്ലഹത്ത് സമിതി ഇതിന്റെ ഭാഗമായിട്ടുണ്ടാക്കുക, ഒരു മസ്ലഹത്ത് സമിതി. ഇപ്പൊ സാധാരണഗതിയിൽ എന്താ നടക്കുന്നത്? എല്ലാ മഹല്ലില്ല, ചില മഹലിലെങ്കിലും ഒരു തൊലാഖിന്റെ പ്രശ്നം വരുന്നു, കുറച്ച് കമ്മിറ്റിക്കാർ മീറ്റിംഗ് കൂടുന്നു. ചിലപ്പോൾ ഖത്തീബിനെ പോലും വിളിക്കാത്ത മഹല്ലുകളുണ്ട്. നിങ്ങൾ എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഖത്തീബിനെ പോലും. ഇത് അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. ഹലാലായ കാര്യത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം അത്വലാഖ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, അവിടെ കൃത്യമായി ദീന് ഖുൽഇന്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഹൈക്കോടതിയിൽ പുതിയൊരു വിധി വന്നിട്ടുണ്ട്. ജയിലിൽ പോയി കിടക്കേണ്ടി വരും, ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, അവർ തലാഖിന്റെ പ്രശ്നം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിയ്യത്ത് ചെയ്യേണ്ടത് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, പടച്ചവനെ ഈ പ്രശ്നം ഒന്ന് നിർത്താനാണ്. നിർത്താൻ പറഞ്ഞാണോ? നിർത്താൻ പറഞ്ഞാണോ? നിർത്തണോ? നിർത്തണം. അടച്ചവനെ, ഹോണ്ട ജാസ് KL 46N5037 ഈ പറഞ്ഞ അവർക്ക് ഇത് മനസ്സിലായാൽ മതി. 2 ആൾക്കാർക്ക് KL 41513999. ഇത് നേരത്തെ പറഞ്ഞാണ്. ഈ ക്രൂയിസറിന്റെ ആളാരാണ്? കാറ്റയച്ചുകൊണ്ടേ വരുമല്ലോ. KL 41513999 അർബൻ ക്രൂയിസർ വണ്ടി 3ാമത്തെ തവണയാണ് അനൗൺസ് ചെയ്യുന്നത്. അവിടുന്ന് മാറ്റേണ്ടതാവുന്നു. KL 64K 1234 ഒരു എർട്ടിക കാറ്, ആ കാർ അവിടുന്ന് മാറ്റേണ്ടതാവുന്നു. 5 മിനിറ്റ് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കൂ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പടച്ചോനെ ഇത് മസ്ലഹത്താകണേ എന്ന് നിയ്യത്ത് ചെയ്യണം. ഇൻഷാ അല്ലാഹ് പറയും, നിങ്ങളെ ആഖിറത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടി വരും. സാധാരണഗതിയിലേക്ക് ഇപ്പൊ നമ്മുടെ മഹലിലാണ് പെണ്ണിന്റെ വീടെങ്കിൽ പെണ്ണിന്റെ വീട്ടുകാർ സ്വാഭാവികമായും കമ്മിറ്റിക്കാരെ വന്ന് കണ്ടിട്ട് പറയും, എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിച്ചു തരണം. വല്ലാഹി ഖബറിൽ കിടന്ന് ഇടി കിട്ടും സബാനിയാക്കളുടെ. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് മസ്ലഹത്താണ്. ഒഴിവാക്കാൻ വേണ്ടി കമ്മിറ്റിക്കാർ പോകരുത്. അപ്പൊ അവര് വന്നാ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞോളൂ. ഇത് കമ്മിറ്റിക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ അത് ഞാൻ ഏറ്റു. ഏതേറ്റു? പിരിച്ചു തരാൻ വേണ്ടി ഏറ്റു. എനിക്ക് നഷ്ടപരിഹാരം എത്ര കിട്ടണം? മുത്തുമിനിങ്ങളെ ഇത് ദീനല്ല. അപ്പൊ നിങ്ങൾ അവിടെ പോയി ചെക്കന്റെ വീട്ടുകാർ വന്നിട്ടുണ്ട്, നമ്മൾ വാദിക്കുക എന്താണ്? തലാക്ക പറ്റുള്ളൂ. എന്തിനാണ് നിങ്ങൾ ഈ കുറ്റം ഏറ്റെടുക്കുന്നത്? അവസാനം നിങ്ങൾ മസ്ലഹത്തിന് വേണ്ടി അവസാനം വരെ ശ്രമിക്കുക. അവരപ്പൊ 2 കൂട്ടരും പറയാണ് തലാക്ക പറ്റുള്ളൂ. അസ്സലാമു അലൈക്കും.
നിങ്ങൾ തലാക്കില്ലിക്കോളി. നമ്മളതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ വെച്ച് ഒരിക്കലും ചർച്ച നടത്തരുത്. കമ്മിറ്റി ഓഫീസിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരോട് പറയണം, ആ മുറ്റത്ത് നിങ്ങൾ തലാക്കില്ലിക്കോളൂ, നിങ്ങൾ സാക്ഷിയാകരുത്. ഇൻഷാ അല്ലാഹ് പറയേ, ഇൻഷാ അല്ലാഹ് പറയേ, തലാക്ക് ചെല്ലാൻ നിങ്ങൾ സാക്ഷിയാകരുത്. നിങ്ങൾ മസ്ലഹത്തിന്റെ സാക്ഷികളാണ്. പല മഹലിലും അങ്ങനെ ഉണ്ടായിട്ടില്ലേ? പുതിയാപ്പിള്ള കൂടെ വരുന്ന കമ്മിറ്റിക്കാര് ആ മഹലിൽ കമ്മിറ്റിക്കാർ വന്നിട്ടുണ്ടാവും. അവരെന്താ വാശി ഉണ്ടാവുക? ഇതെങ്ങനെയെങ്കിലും മസ്ലഹത്താകാതെ തലാക്ക് വാങ്ങിക്കിട്ടണം, നഷ്ടപരിഹാരം കൊടുക്കരുത്, അതിനുവേണ്ടി വാദിക്കുകയാണ്. ഇത് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹ്ക്ക് ദേഷ്യമുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, പിന്നെ ഒരു പരിഹാരം ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? ഒരു പരിഹാരം ഇല്ലെങ്കിലാണല്ലോ തലാക്ക്. അത് നിങ്ങൾ ചെയ്യേണ്ടല്ല, അവരോട് ഖത്തീബ്സാരോട് പറയിപ്പിക്കുക, ഇന്ന വാക്ക് ഒരു തലാക്കിനെല്ലാം വേണ്ടി പറയാം, ഒറ്റ തലാക്ക്, മുത്തലാക്ക് ചെല്ലരുത്. ചൊല്ലിയ നടക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഒരു തലാക്ക് ഇല്ലേ മതി. എന്നിട്ട് അതിന്റെ പേരിൽ നമ്മൾ കുറ്റം കിട്ടും. രണ്ടാമത്തെ ഒരു കാര്യം, ചില പുതിയാപ്പിള്ളാര് ഒരിക്കലും തലാക്ക് കൊടുക്കില്ല, തലാക്ക് കൊടുക്കില്ല. അപ്പൊ എന്താ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്? നിങ്ങൾ പറയും, എന്താ ചെയ്യാ? അവൾക്കാണെങ്കിൽ ഒത്തുപോകാൻ പറ്റൂല, എന്താ ചെയ്യാ എന്ന് പെട്ടെന്ന് പറയും. സാധാരണ മാലിൽ ഉണ്ടാകണം, എന്താ ചെയ്യാറ്? എന്താ ചെയ്യ പറയും? അതൊന്ന് ഉറക്കെ പറഞ്ഞോളി, എനിക്ക് അറിയായിട്ടില്ല, നിങ്ങൾ അതെന്താ ചെയ്യണം അറിയാൻ വേണ്ടിട്ടാ. കോടതി പോകാൻ പറയോ? ഫസ്ഖ് ചെയ്യും അല്ലേ? എന്നാ നിങ്ങൾ കേട്ടോളി, ഫസ്ഖ് എന്ന് പറയുന്ന സിസ്റ്റം എന്താണ് ശരിക്കും പറഞ്ഞാൽ? എന്താണ് ഫസ്ഖ് എന്ന് പറഞ്ഞാൽ? ഭർത്താവിന്, ഭാര്യക്ക് ഭർത്താവിന് മൊഴി ചെല്ലാനുള്ള അവസരമാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ അതാണ് അല്ലേ? ഈ ഫസ്ഖിന് വളരെ വലിയ ചില മസ്അലകളുണ്ട്. എനിക്ക് വേണ്ട തോന്നിയ ഞാൻ ഭർത്താവിനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്ഖാകുകയില്ല. മാത്രമല്ല, ഇപ്പൊ കുല എന്ന് ജഡ്ജി പറഞ്ഞ, കുല എന്നാണ് ഒരു കൊല്ല് എന്നാണ് വാക്ക്, കുല എന്ന് പറഞ്ഞ പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭാര്യക്ക് ഫസ്റ്റ് ഈ കുല ചെയ്ത് ഒഴിവാക്കാന്ന് പറഞ്ഞു, അത് മസ്അലപരമായി അപകടം ഉണ്ടാക്കും. എന്നാൽ നിയമപരമായി നിങ്ങൾ ഫസ്റ്റ് ചെയ്താൽ അതും അപകടം ഉണ്ടാക്കും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഭർത്താവിനോട് നിങ്ങൾ പറയാം തലാക്ക് ചൊല്ലി കൊടുക്കണം. അത്രയും അടിയന്തര ഘട്ടമാണെങ്കിലാ പറയുന്നത്. ചെല്ലാൻ പറഞ്ഞു, അവനെ കൊണ്ട് ചെല്ലാൻ കഴിയുമെങ്കിൽ ചൊല്ലിപ്പിക്കുക. അഥവാ പറ്റുന്നില്ലെങ്കിൽ ഖാലി, നിങ്ങളുടെ മഹലിൽ ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് മഹലുകളുടെ ഖാലി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. കുറെ മഹലുകളുടെ ഖാലി സയ്യിദുല്ലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. ചില മഹലുകളുടെ ഖാലി കോഴിക്കോട് വലിയ ഖാലിമാരാണ്. വേറെയും ചില ഖാലിമാരുണ്ട്. ഖാലിമാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓരോരുത്തരും പോകുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് അത്ര സുഖം കിട്ടണ വരും. അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി വേറൊരു പരിപാടി വെക്കും. ഹബീബിങ്ങളെ, ഞാൻ പഴയതിലേക്ക് തിരിച്ചു വരും. അത് ഭയങ്കര പേടിക്കേണ്ട ഒരു കാര്യമാണ്. കേസായി ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ വരെ മഹല്ല് കമ്മിറ്റിക്ക് വരും. എന്ന് മാത്രമല്ല, മസ്അലപരമായി ഭയങ്കര പാളിച്ച വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോടതി കൊല്ല് വിധിച്ചിട്ട് ഭാര്യ കോടതിയിൽ പോയിട്ട് കൊല്ല് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ഇസ്ലാമികമായി ആകില്ല. അത് ഖത്തീബുമാരോട് ചർച്ച ചെയ്യണം. നിയമപരമായി അവൾ അങ്ങനെ പോയാൽ പോലും പെണ്ണിനെ കൊണ്ട് ഫസ്ഖ് ചെയ്യിപ്പിക്കണം. കൊല്ല് എന്ന് പറഞ്ഞാൽ ഭർത്താവിന് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടവൻ തലാക്കില്ല എന്നൊക്കെ ഒരു സിസ്റ്റമാണ്. അതൊന്നും ഇവിടെ നടക്കണില്ല. അപ്പൊ ഈ ഫസ്ഖ് ചെയ്യണമെങ്കിൽ തന്നെ ചില നിബന്ധനകളുണ്ട്. അവൻ ചെലവിന് കൊടുക്കാത്തതുകൊണ്ട് മാത്രം ഫസ്ഖ് ചെയ്യാൻ പറ്റില്ല. ഒരു ഭർത്താവ് കള്ളുടിച്ചു എന്നതുകൊണ്ട് മാത്രമൊന്നും ഫസ്ഖ് ചെയ്യാൻ പറ്റില്ല. 6ഓളം മസ്അലകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ പെണ്ണ് കുടുങ്ങുമല്ലോ എന്ന്. പെണ്ണ് കുടുങ്ങാതിരിക്കാനുള്ള ചില ഗ്യാപ്പുകളുണ്ട്. അത് ഞാൻ ഈ പൊതുവേദിയിൽ പറയണില്ല. അപ്പൊ ഈ കാര്യത്തിനൊരു ഇപ്പൊ മനസ്സിലായില്ലേ, വിഷയം സങ്കീർണമാണ്. ഇത് വെറുതെ അങ്ങോട്ട് തലാക്ക് ഇല്ലാനോ വസ് ചെയ്യാനോ പറ്റൂല. അപ്പൊ മസ്ലഹത്ത് സമിതി വേണം. ഖത്തീബ് നിർബന്ധമായും, നിങ്ങളുടെ ഖത്തീബ് അതിന്റെ ഒരു പ്രസിഡൻഷ്യൽ പദവിയിലോ ഏറ്റവും അടുത്ത പോസ്റ്റിലോ ഉണ്ടാകണം. പിന്നെ മഹല്ല് ജമാഅത്തിലെ മെമ്പർമാരല്ലാത്ത ചില മൂല്യന്മാരുണ്ടാവും അല്ലേ?
ആദ്യം ഉസ്താദ്മാരും ചിലപ്പോൾ കമ്മിറ്റിയിൽ ഉണ്ടായിക്കോണമെന്നില്ല, അവരെ അതിൽ നിർബന്ധമായി ഉൾപ്പെടുത്തണം, മെമ്പർ അല്ലെങ്കിൽ ഉൾപ്പെടുത്തണം. എന്നൊരു പ്രശ്നം വന്നാൽ മസ്ലഹത്ത് കമ്മിറ്റി കൂടണം, ഈ വിഷയം അതിൽ ചർച്ച ചെയ്യണം. നിങ്ങൾ സെക്രട്ടറിയും പ്രസിഡന്റും ഖജാനയും കൂടി മാത്രം കൂടി നിന്നിട്ട് എന്നാ പിന്നെ തലാക്കില്ല, നിങ്ങളുടെ 10 ലക്ഷം നമുക്ക് തിരിച്ചു വരാം. ഇതിങ്ങനെ എത്രയോ മഹല്ലിൽ തലാക്ക് സംഭവിച്ചിട്ടുണ്ട്. പടച്ചവനോട് സമാധാനം പറയേണ്ടി വരും, ഉറപ്പ്, അബ്സല്യൂട്ട്ലി സമാധാനം പറയേണ്ടി വരും. നിങ്ങൾ തലാക്ക് ചൊല്ലി കൊടുക്കേണ്ട ടീമല്ല, നിങ്ങൾ മസ്ലഹത്തിന്റെ ടീമാണ്. അപ്പോ ഒരു മസ്ലഹത്തിന്റെ സമിതിയെ ഉണ്ടാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 8ാമത്തെ കാര്യം, ഒരു ചാരിറ്റി ക്ലബ്ബ് നിങ്ങൾ ഉണ്ടാക്കണം. അത് നേരത്തെ ആ ബയോഡാറ്റ കിട്ടിയാൽ ഒരു മൈക്രോ ഫിനാൻസിങ് സിസ്റ്റം. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും നടക്കാത്ത കാര്യമാണല്ലോ മൂപ്പര് തള്ളണത്. നമ്മുടെ ക്രിസ്ത്യാനികളുണ്ടല്ലോ, ഞാനൊക്കെ അവരെ ഉദ്ധരിക്കണം. എന്താ വെച്ചാൽ അവരിതൊക്കെ സിസ്റ്റമാറ്റിക്കായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടവകയിൽ മൈക്രോ ഫിനാൻസിങ് സിസ്റ്റം ഉണ്ട്. നേരത്തെ ഇവിടെ ആരോ പരാമർശിച്ചല്ലോ, പലിശയുമായി ബന്ധപ്പെട്ട്. പലിശയില്ലാത്ത ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റമാണത്. വ്യവസ്ഥാപിതമായി പണക്കാരിൽ നിന്ന് പൈസ സ്വരൂപിച്ച് പാവപ്പെട്ടവരെ സഹകാരികളാക്കി ചെറുകിട സംരംഭങ്ങളിൽ അവരിറക്കാനുള്ള ഒരു പദ്ധതിയാണ്. നല്ല ദീനി സ്നേഹികളായ ആളുകൾ. നിങ്ങൾ കരുതുന്നുണ്ടോ പണക്കാരൊക്കെ മോശക്കാരാണ്? സാധാരണ വയലിൽ പറയും പാവപ്പെട്ടവരൊക്കെ സ്വർഗത്തിലാണ്, പെണ്ണുങ്ങളൊക്കെ നരകത്തിലാണ്, പണക്കാരൊക്കെ പോക്കാണ്. അപ്പൊ നമുക്കൊരു സിഗ്നൽ വന്നിട്ടുണ്ട് നിർത്താൻ. നിങ്ങൾ എഴുന്നേറ്റ് പോകാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു പാകതി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു പ്രസംഗമല്ലാതെ മൊഡ്യൂളുകൾ പറഞ്ഞു പോയത് അത് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഇതിലൊരു 5 എണ്ണെങ്കിലും നടപ്പാക്കാൻ നിങ്ങൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ് പറയും. നമ്മൾ നടപ്പിലാക്കുന്നത് ഉറപ്പൊന്നും പറയണ്ട. കാരണം നമ്മളെ പോലെ തന്നെ ഇതിൽ വരാത്ത കുറെ മെമ്പർമാരുണ്ട്. അവർ പറയും അതൊന്നും ഇവിടെ നടക്കൂല, അതിവിടെ നടക്കൂലെന്ന്. നിങ്ങളോട് മെമ്പർമാർ ഭൂരിപക്ഷം, അപ്പൊ ജനാധിപത്യത്തിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഭൂരിപക്ഷം നോക്കുക. ഇതിൽ വരാത്ത മെമ്പർമാർ പറയും ഇവിടെ നടക്കൂല, ഇവിടെ ഇതുവരെ എങ്ങനെ നടന്നത് അതുപോലെ നടന്നാൽ മതി എന്നാണ് പറഞ്ഞ് അതങ്ങോട്ട് പരാജയപ്പെടുത്തുമെങ്കിൽ അള്ളാഹു അവർക്ക് സന്മനസ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇരുന്നോളൂ. പ്രിയമുള്ളവരെ, നമ്മൾ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഈ യോഗത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിനുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിച്ചേ പോകാവൂ. നമുക്ക് സലാത്ത് ചൊല്ലി പിരിയാം. അവിടെ തയ്യാറാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചേ പോകാവൂ എന്ന് അറിയിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഗഫൂർ അറക്കൽ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. നന്ദി 2 വാക്കിൽ പറയുമ്പോൾ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇവിടെ നമ്മുടെ SMF-ൻ്റെയും സമസ്തയുടെ ഒക്കെ പണ്ഡിത ശ്രേയസ്സുകളിലൂടെ വന്ന് കുറേ ഉപദേശങ്ങളും കുറേ കാര്യങ്ങളും പറഞ്ഞു പോയി. മഹലിൻ്റെ ഭാരവാഹികളും മെമ്പർമാരായ നമുക്കൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഒന്നുകൂടി കൂടുകയും മനസ്സിൽ ആദ്യം വരികയും ചെയ്യും. ബഷീർ ഫൈസി ഉസ്താദ് ഇവിടെ പറഞ്ഞ കുറേ കാര്യങ്ങൾ അത് വളരെ ആധികാരികമായിട്ടാണ് അദ്ദേഹം നമ്മൾ പറഞ്ഞത്. കാരണം ബഷീർ ഫൈസി അദ്ദേഹത്തെ ഞാൻ വ്യക്തിപരമായി അധികം ഇഷ്ടപ്പെടുന്നൊരു ഉസ്താദാണ്. കാരണം പറയേണ്ട കാര്യങ്ങൾ അതിൽ വെള്ളം ചേർക്കാതെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയും. ആ ഒരു നിലപാടാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മഹല്ല് സംവിധാനം എപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഈ അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മളെപ്പോഴും ദീനിനെന്നും അല്ലെങ്കിൽ നമ്മുടെ സമസ്തയിൽ നിന്നൊക്കെ ബാക്കോട്ട് പോകുന്നത്. ഒരാൾ പറയുമ്പോൾ SMF-ൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് ഒരാൾ പറയും അത് വേണ്ട എന്ന് പറയുമ്പോൾ എന്നാ വേണ്ട, അപ്പൊ എന്തുകൊണ്ട് അത് അവന് എന്തെങ്കിലും തോന്നും എന്നുള്ള രൂപത്തിൽ. അപ്പൊ അവിടെയാണ് ബഷീർ ഫൈസിയൊക്കെ പറഞ്ഞ നിലപാടുകളുടെ മാറ്റം ഉണ്ടാവേണ്ടത്. ആ ഒരു നിലപാട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ മഹല്ല് ശാസ്ത്രീകരണവും സമൂഹത്തിലെ മഹല്ലുകൾ കമ്മിറ്റികൾക്ക് ഒരു ആധികാരികത ലഭിക്കുകയുള്ളൂ. ഇപ്പൊ ഞാനൊരു ചെറിയൊരു അവാർഡ് ഇവിടുന്ന് തങ്ങളുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങി. ഒരു കർമ്മ പദ്ധതികൾ മാതൃകാപരമായി നടപ്പാക്കിയ മഹല്ല് കമ്മിറ്റിയുടെ ഒരു അവാർഡ് ഏറ്റുവാങ്ങി. വളരെ സന്തോഷമാണ് അത് തങ്ങളുടെ കയ്യിൽ നിന്നും. അതിനേക്കാൾ ഉപരി ഒരുപാട് മഹല്ല് ഭാരവാഹികളുടെ മുമ്പിലൊക്കെ വെച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ വെച്ച് ആ ഒരു ചെറിയ പ്രവർത്തകനാണ് ഞാൻ, ചെറിയ ഒരു മഹല്ലിന്റെ ഒരു ഭാരവാഹിയാണ്. അത് ഏറ്റുവാങ്ങുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം, ഇത് ഞങ്ങൾക്ക് സാധിച്ചത്. ഇത് മഹല്ല് കമ്മിറ്റി എന്ന് പറയുമ്പോൾ
ഒരു കമ്മിറ്റി ഒന്നേ ഉള്ളൂ, ഭരണപക്ഷം. അവിടെ പ്രതിപക്ഷമല്ല. ഞാൻ മെമ്പറോട് ആദ്യം തന്നെ പറഞ്ഞത്, നമുക്ക് ഭരണം മതി, അവിടെ സമരം വേണ്ട, ഭരണം മാത്രം മതി, പ്രതിപക്ഷമില്ല. അങ്ങനെ എല്ലാവരും എന്ത് പറയുമ്പോഴും അവരുടെ ആ ഒരു ഐക്യമാണ് എന്നൊക്കെ മുന്നോട്ട് നയിക്കുന്നതും. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മഹല്ലിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹല്ലി കമ്മിറ്റി മെമ്പർമാരുടെ ഒരു ഐക്യമാണ്. അവിടെ യാതൊരു സ്വരച്ചേർച്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ 9-10 വർഷമായി ഞാൻ മഹല്ല് പ്രസിഡന്റായിട്ട് ഇതുവരെ ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല. അത് വളരെ സന്തോഷത്തോടെ എനിക്ക് പറയാൻ കഴിയും. അവരുടെ ആ ഒരു ഒത്തൊരുമയാണ്. അതുപോലെ തന്നെ നമുക്ക് വേണം. അതിന് ഒരു നിലപാടുണ്ടാവണം. നിലപാടിൽ ഒരു വെള്ളം ചേർക്കലുമില്ല. നമ്മളെ സംബന്ധിച്ച് നിലപാടിൽ ഒരു വെള്ളം ചേർക്കലുമില്ല. അതൊരു നിലപാടേ ഉള്ളൂ. പക്ഷെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയണം. മഹല്ലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കേണ്ടത്. അവിടെ കുറെ സാന്ത്വന കമ്മിറ്റികളൊക്കെ വരും. അപ്പൊ നമ്മളിങ്ങനെ അവിടെ അടങ്ങി അത് അവർ ചെയ്യും. അതിന്റെ ഉദ്ഘാടനത്തിൽ മഹല്ല് പ്രസിഡന്റിനെ വിളിക്കും, അവിടെ ചെന്നിട്ട് ഒരു ആശംസ പറയും. ഇതല്ല വേണ്ടത്. അവര് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മഹല്ല് കമ്മിറ്റികൾ വന്നാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ബഷീർ ഫൈസിയൊക്കെ പറഞ്ഞതുപോലെ, ഇവിടെ പോക്കോട്ടൂർ ഉസ്താദൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് വളരെ ആവശ്യമാണ് ഇന്നത്തെ. കാരണം തീവ്രത നിലപാടിൽ നിന്നൊക്കെ മാറി മതേതരം ഒക്കെ ഉള്ള ഒരു കമ്മിറ്റികളാണ് നമ്മുടേതൊക്കെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും ഭക്ഷണം കഴിച്ചേ പോകാവൂ. ഭക്ഷണ ഹാളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.